ചെറുതാണ്. ഇപ്പൊ എന്റെ കേജ് ഉള്ളതിൽ ഏറ്റവും ചെറിയ ആൾക്കാരാട്ടോ ഇവര്. അപ്പൊ ആഫ്രിക്കൻ ബേർഡ്സ് ചെയ്ത സമയത്ത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. സോ അതാണ് ഞാൻ ആഫ്രിക്കൻ ബേർഡ്സ് നിർത്തിയത്. ഇവർക്കൊക്കെ ഒരു 5 രൂപ 6 രൂപേന്റെ മേലോട്ട് റേറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യം ചെയ്ത ബേർഡ്സ് ആഫ്രിക്കൻ ആണ്. അത് പ്രാവ്, അതായത് നമ്മളിവിടെ നിർത്തിയ, അതായത് നമ്മൾ തൊട്ടേ നിർത്തിയിരുന്നു. അതായത് അവസാനത്ത് ആദ്യം അത് ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബേർഡ്സ് വെച്ച്. എൻ്റെ പേര് വിശാൽ. അപ്പം കുറച്ചായിട്ട് എല്ലാവരും പരാതിയാണ്, നമ്മൾ പുതിയ ബേർഡ്സിനൊന്നും കൊണ്ടുവരുന്നില്ലേ, അത് പുതിയ ബേർഡ്സിനൊന്നും വാങ്ങുന്നില്ലേ. കുറച്ചായിട്ട് നമ്മൾ ബ്രീഡിങ് നിർത്തിയിരുന്നു, പുതിയ കുറെ ബേർഡ്സിനെ കൊണ്ടുവന്ന് നിർത്തിയിരുന്നു, എല്ലാം നിർത്തിയിരുന്നു കേട്ടോ. അത് കുറെ വേറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. നൗ നമ്മൾ പുതിയ ഒരു പെയർ, അതായത് നമ്മളിവിടെ നിർത്തിയ, അതായത് നമ്മൾ തൊട്ടേ നിർത്തിയിരുന്നു. അതായത് അവസാനത്ത് ആദ്യം ഞാൻ തുടങ്ങിയത് ഫിഞ്ചസുകളിലായിരുന്നു. അപ്പോൾ അവരെ ഞാൻ പൂർണ്ണമായി നിർത്തിയിരുന്നു, ഒരു ഫിഞ്ചസ് നമ്മൾക്കില്ല. അവരെ തന്നെ ഒരു വെറൈറ്റി ആണ് നമ്മൾ അടുത്ത് പുതിയതായിട്ട് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഞാൻ അവരെ ഈ വീഡിയോ കാണിച്ചു തരാം. അതിന് മുമ്പ് ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലേക്ക് നിന്നെ പോയി മറക്കരുത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, ഞാൻ ആൾക്കാരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ആൾക്കാർ. പാരറ്റ് ഫിഞ്ച് കേട്ടോ. പാരറ്റ് ഫിഞ്ചിൽ ബ്ലൂ ഫേസ് ആണ് നമ്മൾ എടുത്തത്. നമ്മൾ ഇതിനു മുമ്പ് പാരറ്റ് ഫിഞ്ച് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് പാരറ്റ് ഫിഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് പാരറ്റ് ഫിഞ്ചിനെ ബ്രീഡ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെ ഒരു മൂഡ് കണ്ടപ്പോൾ എടുത്തിട്ടാണ്. പെട്ടെന്ന് ഫിഞ്ചസിലോടൊരു മൂഡ്, അപ്പൊ അങ്ങനെ എടുത്തിട്ടാണ്. പക്ഷെ നിലവിൽ നമ്മളെ ഈ ഒരു നോയ്സിൽ ഒരു കാരണവശാലും ബ്രീഡാവുന്ന എനിക്ക് പ്രതീക്ഷയില്ല. കാരണം ഫിഞ്ചസ് എന്ന് വെച്ചാൽ ഒന്നാമത് ഒരു സൈലൻസിന് ഇഷ്ടപ്പെടുന്ന ബേർഡ്സിലാണ് ഫിഞ്ചസുകൾ. അതിൽ പിന്നെ നമുക്ക് ബ്രീഡായത് നമ്മളെ സീബ്ര ഫിഞ്ചും, അത് നമുക്ക് ഗോൾഡിയൻ ഉണ്ടായിരുന്നു, ഗോൾഡിയൻ ഫിഞ്ചസും, സ്റ്റാർ, അങ്ങനത്തെ ഒക്കെ നമുക്ക് ബ്രീഡായിരുന്നു. ഓൾമോസ്റ്റ് അതൊക്കെ നമുക്ക് ബ്രീഡായിരുന്നു. പിന്നെ ഞാൻ ഇവരെ ആദ്യമായിട്ട് എടുക്കുകയാണ്. ഇതിൽ തന്നെ നമുക്ക് ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ട് കേട്ടോ. പാരറ്റ് ഫിഞ്ചിൽ സീ ഗ്രീൻ ഉണ്ട്, അതുപോലെ റെഡ് ഉണ്ട്, റെഡ് ഫേസ് ഉണ്ട്, പിന്നെ ട്രൈ കളർ പാരറ്റ് ഫിഞ്ച് ഉണ്ട്. അതിന് ഓരോന്നും ബേസ്ഡ് ഓൺ ക്വാളിറ്റി ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. ഇവർക്കൊക്കെ ഒരു 5 രൂപ 6 രൂപേന്റെ മേലോട്ട് റേറ്റ് ഉണ്ട്. അത് 6 രൂപേന്റെ മേലോട്ട് പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് റെഡൊക്കെ ആണെങ്കിൽ 8 9 രൂപ അതിന്റെ മേലോട്ട്. സീ ഗ്രീനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഫണ്ട് ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു മാർക്കറ്റിലാണുള്ളത്. ഇവരെടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ ചെയ്യാത്ത ബ്രീഡുകളൊന്നുമില്ല. അതായത് ഇപ്പൊ ഞാൻ കൈ വെക്കാത്തത് ആഫ്രിക്കൻ ബേർഡ്സ് മാത്രമാണ്. പക്ഷേ ഞാൻ ആദ്യം ചെയ്ത ബേർഡ്സ് ആഫ്രിക്കൻ ആണ്. പ്രാവ് കഴിഞ്ഞ് പിന്നെ ചെയ്തത് ആഫ്രിക്കൻ ബേർഡ്സ് ആട്ടോ. ആഫ്രിക്കൻ ബേർഡ്സ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളെ ഈ പക്ഷികളിലേക്ക് ഇറങ്ങിയത്. അപ്പൊ ആഫ്രിക്കൻ ബേർഡ്സ് ചെയ്ത സമയത്ത് വൻ ഫ്ലോപ്പ് ആയിരുന്നു. സോ അതാണ് ഞാൻ ആഫ്രിക്കൻ ബേർഡ്സ് നിർത്തിയത്. നൗ പിന്നെ കോക്കഡൈൽസ്, കൊനൂർസ്, ഫിഞ്ചസ്, പിന്നെ ചെയ്താണ് ഫിഞ്ചസ്. അതിനുശേഷം നമ്മൾ ബജ്ജീസ്, അത് കഴിഞ്ഞിട്ട് കൊനൂർസുകൾ, അതിനുശേഷം നമ്മളടുത്ത് ഗ്രേ, മെക്കാവോസ്, അങ്ങനെ എല്ലാ ബേർഡ്സും വലിയ ബേർഡ്സുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ നിലവില്. അപ്പം അതിനുശേഷം എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം കണ്ടപ്പോൾ ഒരു മൂഡ് തോന്നിയാണ്. ഇത് കോഴിക്കോടുള്ള നമ്മളെ ഷെരീഫ് എന്ന് പറയും, മൂപ്പരെ വേടാട്ടോ. മൂപ്പര എന്ന വേട നല്ല ചെറുതാണ്. ഇപ്പൊ എന്റെ കേജ് ഉള്ളതിൽ ഏറ്റവും ചെറിയ ആൾക്കാരാട്ടോ ഇവര്. ഇവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാധാ ഫിഞ്ചസുകളെ പോലെ തന്നെ ഏകദേശം ഒരു 9 മാസം 10 മാസം കൊണ്ട് മെച്ചുവർ ആവും. ഒരു 1 ഇയറിന്റെ മേലോട്ട് നമുക്ക് ബ്രീഡ് ചെയ്യാം. പിന്നെ അത്യാവശ്യം ഈ കേജ് പോരാ. ഇത് ഞാൻ ശരിക്കും ക്വാറന്റൈൻ ആണ് വരെ കുറഞ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ക്വാറന്റൈൻ കേജ് ആട്ടോ ഇത്. ഇതല്ല ഇവർക്ക് ശരിക്കും വേണ്ട പറ്റുമെങ്കിൽ ഒരു 2.5 അടി 3 അടീന്റെ കേജ്, നന്നായിട്ട് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരം ബേർഡാണ് ഇവര്. നല്ല പച്ചപ്പുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്രീഡാവെന്ന് പറഞ്ഞേക്കാം. അതുപോലെ തന്നെ മീൽ വേംസ്, ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ മീൽ വേംസ് കഴിക്കും, സീഡ് മിക്സ് കഴിക്കും, കാനറി സീഡ്, നൈഗർ സീഡ്, അങ്ങനത്തെ സീഡ് മിക്സുകൾ കഴിക്കാറുണ്ട്. സൺഫ്ലവർ കഴിക്കില്ല കേട്ടോ. അങ്ങനത്തെ സീഡ് മിക്സുകൾ കഴിക്കാറുണ്ട്. പിന്നെ നമ്മൾ സാധാ ഫിഞ്ചസോടെ തന്നെ കുളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന തരം ബേർഡ്സ് ആണ് ഇവര്. നന്നായിട്ട് ആക്റ്റീവ് ആണ്, ഫുൾ ടൈം ആക്റ്റീവ് ഉള്ളൊരു പേസാട്ടോ. ഇതിനെ വലുത് എനിക്ക് തോന്നുന്ന പൈഡാണ്. പാരറ്റ് ഫിഞ്ചിൽ പൈഡ് ഉണ്ട് കേട്ടോ. നമ്മളെ സണ്ണ്, അതുപോലെ തന്നെ കൊനൂർസുകളൊക്കെ ഉള്ളതുപോലെ തന്നെ പൈഡ് ഉള്ളത് പാരറ്റ് ഫിഞ്ചിൽ പൈഡ്സ് ഉണ്ട് കേട്ടോ. ഇത് പൈഡിന് ഇറങ്ങിയതാണ്. പൈഡിന് ഇറങ്ങിയെന്ന് പറയുന്നത് കേട്ടോ, എനിക്കറിയൂല. പിന്നെ ഇതിനെ പറ്റി വലിയ ഡീപ്പായിട്ട് എനിക്ക് അറിയൂല. എനിക്ക് അറിയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം മുമ്പ് ഞാൻ ചെയ്ത ആ ഒരു ബേസിലാണ് പറഞ്ഞത്. പിന്നെ നോർമല് ബോക്സ് മതി. ഇതിന് ബ്രീഡ് ചെയ്യുന്നവരുണ്ട്. എനിക്കിപ്പോ കേരളത്തിലാണ് സെബിയാട്ടൻ, തൃശ്ശൂരിലെ സെബിയാട്ടൻ, മൂപ്പര് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ബ്രീഡ് ചെയ്യുന്നുണ്ട് പാരറ്റ് ഫിഞ്ചിന് കേട്ടോ. അതായത് 3 എഗ് മുതൽ 6 എഗ് വരെ സർവ്വസാധാരണ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു അതായത് ഏകദേശം 4 എഗ് 3 എഗ് ഒക്കെ വിരിയാറുണ്ട്. ഓൾമോസ്റ്റ് നല്ല മാർക്കറ്റുള്ള ബേർഡാണ്. അത്യാവശ്യം നല്ല മാർക്കറ്റ് ഉണ്ട്. ഇപ്പോഴും ആൾക്കാർ നന്നായി അന്വേഷിക്കുന്നുണ്ട്. പിന്നെ മെയില് ഫീമെയില് DNA മസ്റ്റ് ആണ് തോന്നുന്നു. പാരറ്റിനൊക്കെ DNA ചോദിക്കാറുണ്ട് കേട്ടോ. സീ ഗ്രീൻ ചോദിക്കാറുണ്ട്, റെഡ് ഫേസിന് ചോദിക്കാറുണ്ട്. സോ മെയിൽ ഫീമെയിലിന് DNA മസ്റ്റ് ആണ് കേട്ടോ. DNA വേണം. DNA അല്ലാണ്ട് നമുക്ക് അറിയാൻ റിസ്ക് ആണ്.
നോർമൽ പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ വലിയ വേസ്റ്റേജോ കാര്യങ്ങളൊന്നും ആക്കൂല. കുറച്ച് ലഘു ഭക്ഷണം, കുറഞ്ഞ ഭക്ഷണം മതി കേട്ടോ. അപ്പൊ ഇവര് നമ്മൾ ബ്രീഡ് ചെയ്യാൻ ഞാൻ ഇതുവരെ ഉദ്ദേശിക്കില്ല, ചിലപ്പോൾ ഞാൻ ചെയ്യും. അതിനായിട്ടുള്ള സെറ്റപ്പ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ അടുത്ത കിഞ്ചസുകളിലേക്ക് വേറെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ആൾക്കാരെ കണ്ടില്ലേ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആൾക്കാരെ കാണിച്ചു തരാം. കാരണം ഞാനിപ്പോൾ ഒരു നമ്മളെ ട്രൈപോഡിന്റെ സഹായത്തോടു കൂടിയാണ് വീഡിയോസ് ചെയ്യുന്നത്. സോ എനിക്ക് പറയുന്ന രീതിയിലേക്ക് ഒരിക്കലും ക്യാമറ കിട്ടൂല. സോ അതാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ ഒരു നിർത്തിയിട്ടുള്ള രീതിയിലാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കാണിച്ചു തരുമ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ആവുമെന്ന് എനിക്കല്ല. സോ ഞാൻ എന്ത് ചെയ്യാം, വേറൊരു വീഡിയോ എടുത്തിട്ട് എനിക്ക് വൃത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നിരുന്നു. അപ്പൊ നിങ്ങൾ ഇത്രയും പക്ഷികളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാൻ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലിലേക്ക് എഴുതാൻ മറക്കില്ല കേട്ടോ. അടുത്ത വീഡിയോ കാണാതെ ബൈ.